തിരുവനന്തപുരം കാട്ടാക്കടയിൽ 17 വയസ്സുകാരിയെ കാണാനില്ല. ഇതര സംസ്ഥാന ദമ്പതികളുടെ മകളെയാണ് കാണാതായത്. പെൺകുട്ടിക്ക് മലയാളം അറിയില്ല. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, എങ്ങനെയാണ് ഈ കുട്ടിയെ കാണാതാവുന്ന വിവരം അറിയുന്നത്? നീലിമ, ഇന്ന് രാവിലെയോടുകൂടിയാണ് കുട്ടിയെ കാണാനില്ല എന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. കാട്ടാക്കടയിൽ നിന്ന് വീരാണക്കടവ് സ്കൂളിൽ പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പെൺകുട്ടിക്ക് മലയാളം അറിയില്ല, ഹിന്ദിയാണ് പെൺകുട്ടിക്ക് അറിയാവുന്ന ഭാഷ. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സ്റ്റേഷനിൽ വീട്ടുകാർ പരാതി കൊടുത്തിരിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ പേര് സൈനബ എന്നാണ്. അതോടൊപ്പം തന്നെയാണ് കറുത്ത പർദ്ദയാണ് പെൺകുട്ടി ധരിച്ചിരുന്ന വേഷം. നെയ്യാണ്ട ഭാഗത്തു നിന്നുള്ള ബസ്സിൽ കയറിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ 3 മക്കളിൽ ഒരാളാണ് സൈനബ. മറ്റുള്ള കുട്ടികൾ PR വില്യം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയും ഇത്തരത്തിൽ പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ അമ്മ കാട്ടാക്കട സ്വകാര്യ തയ്യൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അച്ഛൻ ഹോട്ടലിലും ജോലി ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഈ പെൺകുട്ടിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ബീഹാറിലേക്ക് തിരിച്ചു പോയതാണോ എന്നൊരു സംശയമുണ്ട്. ഏകദേശം ഒരു 3 മാസം മുന്നെയാണ് ഇവർ ഈ കുടുംബവും പെൺകുട്ടിയോടൊപ്പം ഈ കാട്ടാക്കടയിൽ താമസത്തിലെത്തിയത്. അപ്പോൾ പെൺകുട്ടിക്ക് ഇങ്ങോട്ടേക്ക് മാറി താമസിക്കുന്നതൊന്നും പെൺകുട്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും മാതാപിതാക്കൾ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. മണ്ഡപത്തിൽ കടവ് റൂട്ടിലുള്ള ബസ്സിൽ പോയോ എന്ന് പോലീസിൽ സംശയമുണ്ട്. ഈ റൂട്ടിലുള്ള ദൃശ്യങ്ങളും ശേഖരിച്ച് ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ്. പെൺകുട്ടി ധരിച്ചിരിക്കുന്നത് കറുത്ത പർദ്ദയാണ്. മലയാളം അറിയില്ല, ഹിന്ദി മാത്രമാണ് അറിയാവുന്ന ഭാഷ. നീലിമ.